ഹലോ ഗൈസ്, വി ആർ ബാക്ക്. വെൽക്കം ടു അറിയില്ല ദ പോഡ്കാസ്റ്റ്. നമ്മൾ വീണ്ടും വന്നേക്കും. വീണ്ടും വന്നേ കുറെ നാളായി. കുറെ നാളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസമായി. ഒരു മാസമില്ല, 15 ദിവസമായി. ഒരു 15 ദിവസമായി. കുറച്ച് ഡിലേ ആയിപ്പോയി. നമ്മൾ ലാസ്റ്റ് ഇട്ടത് 14-ാം തീയതി. ലാസ്റ്റ് ഇട്ടത് ഒരു മാസം 10 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ ഉറപ്പാണ്, എല്ലാവരും സ്കൂളിൽ പോണം. നമ്മുടെ ടോപ്പിക്ക്, നമുക്കൊരു ഒരു ടോപ്പിക്ക് തന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോഴത്തേക്ക് ടോപ്പിക്ക് തന്നായിരുന്നു. നൈറ്റ് മെയർ എന്ന് പറഞ്ഞ വ്യക്തി ടോപ്പിക്കായിരുന്നു തന്നത്. നൈറ്റ് മെയറിനെ പറ്റി നിന്റെ അഭിപ്രായം, നിനക്ക് വന്നിട്ടുള്ള സാഹചര്യങ്ങളും നൈറ്റ് മെയറിൽ ഈ ദുസ്വപ്നം, ഈ പേടി സ്വപ്നം എന്നൊക്കെ പറയൂലേ, അതാണ്. പേടി സ്വപ്നമായിട്ട് പറയണെങ്കിൽ എന്നെ പണ്ട് ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോ ദുർഗുണ പരിഹാര പാഠശാലയെ കൊണ്ട് ആക്കുമെന്ന് പറഞ്ഞിട്ട് പീഡിപ്പിക്കുമായിരുന്നു. എനിക്ക് നമ്മുടെ അവിടെ സ്ഥലത്ത് തന്നെ അവിടെ ഒരു സ്കാനിങ് സെന്റർ ഉണ്ട്. അതാണ് ദുർഗുണ പരിഹാര പാഠശാല എന്നും പറഞ്ഞ് എന്നെ പറ്റിക്കുമായിരുന്നു. എന്ന് പോയാലും അത് പേടിയാണല്ലോ, കൊച്ചല്ലേ വേറെ വണ്ടിയിലെന്ന് പറഞ്ഞ് അങ്ങനെ ഭീഷണി പേടിച്ച് അമ്മ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത് കുറെ തത്തിയായി. അവസാനം ഒരിക്കൽ ഞാൻ എന്നെ കൊണ്ടാക്ക്, ഇവിടുത്തെ ശല്യം സഹിക്കുക, ഇവിടെ ശല്യമാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് എന്നെ കൊണ്ടാക്കുക, എനിക്ക് മനസമാധാനമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ ഒരു ഞാൻ ഒരുങ്ങാം, കൊണ്ടാക്കണമെന്ന് ഞാൻ വരുന്നു. അപ്പൊ ഞാൻ വിളി അങ്ങനത്തെ സ്ഥലം ഇല്ല, വെറുതെ പറഞ്ഞ് പറ്റിക്കണേ. സ്ഥലം ഉണ്ട്, പക്ഷെ പറഞ്ഞ് കാണിച്ചെന്ന സ്ഥലം അതല്ല. അതൊരു പേടി സ്വപ്നം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ പേടി സ്വപ്നം എന്നാണ് ചോദിച്ചത്, രാത്രി കിടന്ന് പേടിക്കുന്ന സ്വപ്നമാണ്. ഈ പറഞ്ഞത് തമ്മിൽ എന്തിനാണ് ബന്ധം എന്നൊന്ന് പറഞ്ഞ്? അതൊരു ബന്ധമുണ്ട്. എന്തൊരു ബന്ധം? ഇതേ ഇത് ചൊല്ലി രാത്രി പേടിക്കാറുണ്ടായിരുന്നു. തന്നെ എന്ന് പറയുമ്പോ കൊച്ചിലേ അല്ലേ, അപ്പം നമുക്ക് എന്തൊരു എല്ലാ സാധനവും തലകുത്തനായിട്ടൊക്കെ ഇരിക്കാൻ തോന്നും. ഉറക്കത്തിന് എണീച്ച് പേടിച്ചിരിക്കുമ്പോ കരയാണ് ഞാൻ. അപ്പൊ ഈ ഷോക്കേസിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തലകുത്തനെ, ഷോക്കേസിൽ ലോറിയൊക്കെ തലകുത്തനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. എല്ലാം ഒരു വല്ലാത്തൊരു ടൈപ്പ് ഇതൊക്കെയാണ്. എന്നിട്ട് ചൂണ്ടിക്കാണും, അയ്യോ എന്നെ കുത്താൻ പറഞ്ഞു. ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണോ നിങ്ങൾ അങ്ങോട്ട്? എടാ സ്വപ്നം കണ്ട് പേടിച്ച് എണീച്ച് അപ്പൊ അമ്മ അടുത്തിരിക്കുകയാണ്, അപ്പൊ പേടിച്ച് കരയാണ്. അപ്പൊ ഓരോ നമ്മൾ കാണുന്ന എല്ലാം തല കുത്താനാ. നമ്മൾ സ്വപ്നത്തിൽ കണ്ട സാധനം പിക്ചറായിട്ട് നമ്മുടെ ഓരോ ഭിത്തിയിൽ ഇങ്ങനെ കടുവൊക്കെ വന്ന് തല കുത്തനെ വന്നിട്ട് കടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രായം നോക്കണം. ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇനി വല്യമ്മേരെ വീട്ടിൽ ഇരുന്ന വലിയ ഷോക്കേസാണ്. അവിടെ ഇരുന്നോണ്ട് ഈ കളിപ്പാട്ടവും കാര്യങ്ങളും എല്ലാം തല കുത്തനെ വന്നിട്ട് അതിനെ ഇടിക്കാനും കൊല്ലാനും വരണ കുത്താൻ വരണം. കൊറേ നേരം കഴിയുമ്പോ അമ്മ രണ്ടടിയൊക്കെ കൊറേ നേരം കരഞ്ഞ് വാഴയൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളവും കുടിച്ച് ഈ പനി സമയത്താണെന്ന് തോന്നണം. പാരസെറ്റമോളോ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ തലയൊക്കെ ഒരുമാതിരി പെരുത്ത് കയറും. തലവേദനയെന്ന് അന്ന് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ, തല എന്നല്ലേ അറിയാവൂ. ഒരു വേദന, തലവേദന പറഞ്ഞൂടെ. നീ ഇപ്പൊ ഈ പ്രേതപ്പടമൊക്കെ എങ്ങനെ രാത്രി ഇരുന്നയാളോ എങ്ങനെയാണ്? എന്റെ അടുത്ത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ മറ്റേ വെയിൽ, നല്ല വെയിൽ ഉച്ച സമയമുണ്ടല്ലോ, അപ്പഴേ ഞാൻ പേടിക്കണല്ലോ. അങ്ങനെ ഞാൻ പേടിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് ഞെട്ടി പിടിക്കുന്നത്. മറ്റേ ഇങ്ങനെ ഞെട്ടി പിടിച്ചിട്ട് വല്ലതും ഉണ്ടാ, കട്ടിലിന്റെ അടിയിലൊക്കെ വല്ലതും ഉണ്ടാന്ന് പറഞ്ഞിട്ടേ കറണ്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇല അനങ്ങിയാലും മതി പേടിക്കും. ഈ സിനിമയോടെ കിടക്കുന്നോണ്ട് ഇല അനങ്ങിയാൽ പേടിക്കും. ഞാൻ മറ്റേ പുതപ്പെടുത്തത് മൂടും. പിന്നെ പുതപ്പിന് ചൂട് തീ പൊള്ളുന്ന മറ്റേ ചൂടാണെങ്കിലും എടുത്തും ഇട്ടിട്ട് ഇങ്ങനെ കിടക്കും. പ്രാർത്ഥിച്ച് കിടക്കും. കട്ടിലിന്റെ അടിയിലോട്ട് നോക്കില്ല, പെടുക്കാൻ മുട്ടിയപ്പോലെ എണീക്കും. രാവിലെ എണീക്കുന്നില്ല. ഞാൻ കാണുന്ന മറ്റേ പടമൊക്കെ മറ്റേ കേരളത്തിലെ പടങ്ങൾ അതൊക്കെ പ്രായപ്പെടല്ലേ? അതൊക്കെ പിന്നെ രാത്രി ഇരുന്ന് കാണാൻ കേസാവും. പൊന്നു എത്ര തവണ വേറെ സിനിമകള് കിട്ടാൻ വേണ്ടിട്ട്. അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിനയം ഇഷ്ടപ്പെട്ട പിന്നെ ആ നടി നമ്മള് ഒരാളെ അഭിനയത്തിനെ പറ്റി നമ്മള് കൂടുതൽ ഇതാക്കണമല്ലോ. പിന്നെ പരിജ്ഞാനി അക്ഷരാഭ്യാസം കുറച്ച് കുറവാണ് ഇംഗ്ലീഷിൽ. കുറച്ചല്ല, അധികം ഉണ്ട്. പിന്നെന്താ ഇത്രയും ദിവസം നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു?
മറ്റേ മറ്റേ സിനിമ പറയും പോലെ ഏത് ദുൽഖർ സൽമാന്റെ സിനിമ ഉണ്ടല്ലേ, ഏത് മറ്റേ ഒരുത്തൻ കണ്ണുണ്ടൂടാ, സലീം കുമാർ, അതിന്റെ പേര് യമണ്ടൻ പ്രേമതയിൽ ഒരു ബംഗാളി പറയൂല്ലേ, ഇന്നത്തെ ദിവസം ഒരു ഇതൊരു ദുഷകനവും ക്ലേശകരമാണ്. അതേപോലെയൊക്കെ അതേപോലെ കുറെ ദിവസമായിട്ട് അതേപോലെയൊക്കെ മഴയും വെള്ളവും ഇത് ഭയങ്കര കഷ്ടപ്പാടും ഇന്നാണ് ഇത്തിരി വെയിൽ കാണുന്നത്. അതെ അതെ. അത് മഴയാവും, ഉടനെ മഴയാവും. എനിക്ക് ഇടയ്ക്ക് വെച്ച് ഞാൻ ഇന്നലെ കുറച്ച് ഇന്റർവ്യൂവിനായി ചെന്നൈ പോയിട്ട് ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. ചെന്നൈയിലായിരുന്നു. അതെ, ചെന്നൈ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ എത്തി, വന്നു, വരുന്നു, കുറച്ചു നേരം കഴിയുന്നു, സംസാരങ്ങളൊക്കെ ചെന്നൈ വിശേഷങ്ങൾ അതൊക്കെ പറഞ്ഞു, യാത്രകളും എല്ലാം പറഞ്ഞു, ഓരോരോ നിമിഷങ്ങള് മറ്റേ അങ്ങനെ അത് ഇതില് കൂടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് ഷെയർ ചെയ്യാൻ പറ്റില്ല, കേസ് വേറെയാണ്. താല്പര്യമില്ല, ഷെയർ ചെയ്യണ്ട. ചെന്നൈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചെന്നൈ വിശേഷം നമ്മള് ഇത് കഴിഞ്ഞ് പെട്ടെന്ന് പോഡ്കാസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് വരുന്നു, എടുക്കുന്നു. അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ചെന്നൈ പോയിട്ട് എനിക്ക് വേറെയും കമ്പനിയിൽ ഹയറിംഗ് ഒക്കെ നടന്നു. എന്റെ കൂട്ടുകാരന്റെ പ്രഷറിൽ വേണമെങ്കിൽ അവിടെ കയറാന്ന്. പക്ഷെ അത് ജസ്റ്റ് ഒരു താൽക്കാലികം മാത്രമായിരുന്നു. അതിവിടെ പറയേണ്ട ആവശ്യമുണ്ട്. എന്തൊരാവശ്യം? ഇത് കണ്ടിട്ട് ആരെങ്കിലും ജോലി തരുന്നെങ്കിലാ പിന്നെ ഞാനൊരു ഡെവലപ്പറാണ്. പക്ഷെ ഒന്നും അറിഞ്ഞു നിനക്ക് ജോലി കിട്ടൂല, കിട്ടൂല. എന്താടാ എടാ, നീ ഇന്നലെ ഞാൻ ഏതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായി, ടെക്നിക്കൽ റൗണ്ടും പാസ്സായി, HR ഇന്റർവ്യൂവിന്റെ അത് വിളിക്കാന്ന് പറഞ്ഞു വിട്ട്. എന്നാലും കിട്ടൂല മിക്കവാറും എല്ലാം മീൻസ് അവർക്ക് റെഫറൽ ആണോടാ, ഇവരെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ഇവരെ മാത്രം എടുക്കണോന്ന് പറഞ്ഞ്. അപ്പം നമ്മളെ ഓരോ അക്കാഡമിയിൽ ഉള്ള ഒരു ലിസ്റ്റ് ഇങ്ങനെ ഉണ്ട്, പിന്നെ അല്ലാതെ വെളിയിൽ നിന്ന് ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടാതിരിക്കാൻ. കിട്ടി. അവര് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയപ്പോ സമയത്ത് പറഞ്ഞ് ഇതില് ഫുൾ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഡയറക്റ്റ് സെലക്റ്റഡ് ആണ്. ഇത് 1-2 മാർക്ക് പറഞ്ഞ അതിൽ നിന്ന് ഞാൻ സെലക്ട് ആയി. എന്നാലും സെലക്ട് ആയില്ലേ? സെലക്ട് ആയില്ലെങ്കിൽ അടുത്ത കമ്പനിയിൽ സെലക്ട് ആവില്ലെന്ന് പറഞ്ഞു. അടുത്ത കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നു. ഇന്റർവ്യൂ മാക്സിമം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നമുക്കൊരു ഐഡിയ കിട്ടും. മോട്ടിവേഷനായിട്ട് ഒരു ഐഡിയ കിട്ടും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഐഡിയ കിട്ടും. ജോലി കിട്ടണമെന്ന് നമ്മൾ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ക്വസ്റ്റ്യൻസ് വരും, എത്ര ഏത് രീതിയിൽ വരുന്നു. പക്ഷെ പല കമ്പനിയിലും പല ഇതാണ്. നമ്മള് ഇതിപ്പോ ഞാൻ ഇപ്പൊ അവിടെ കോഡ് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ സ്ട്രിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ എന്താ ഈ കമ്പനിയുടെ പേര് ചാറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വസ്റ്റ്യനും കോഡിന്റെ തരാൻ പറഞ്ഞു. ഫസ്റ്റ് വന്ന ഈ സ്ട്രിങ്ങിന്റെ സ്ട്രിങ് അതേപോലെ ചോദിച്ചവന്മാര്. ഞാൻ പഠിച്ചോണ്ട് അത് സ്ട്രിങ് എന്തായിരുന്നു പോലെ വരുന്നോണ്ട് IT ഫീൽഡ് ഡൗൺ ആണ്. ഞാൻ അതല്ലേ ഞാൻ നോക്കാത്ത. ഇപ്പൊ എന്താണ് നോക്കുന്നേ? ഒന്നും നോക്കുന്നില്ല. ഞാൻ ഹാപ്പിയാണ്. ജോലിയിൽ ഇപ്പൊ നമ്മള് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. എന്നെ പോയി അവിടുത്തെ അവന്റെ ആ ജീവിത ശൈലിയും ആ വരുമാനം വെച്ച് നമ്മള് എന്തായാലും ജീവിച്ചു പറ്റൂല. അവിടെ മറ്റേ വിശപ്പ് വരുമ്പോ കയറി കിടന്ന് ഉറങ്ങും. ചെന്നൈയിൽ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ ചെന്നൈയിൽ അങ്ങനെയാണ്. അവൻ വിശപ്പ് വരുമ്പോ കയറി മറ്റേ കണ്ണടച്ചാണ്. പിന്നെ എന്തായാലും ഒന്നും സേവിങ് കാണൂല. സേവിങ് കാണത്തില്ല. അവിടെയൊക്കെ നമ്മള് റൂമിന് തന്നെ നല്ല വാടക. ഇപ്പൊ നമുക്കാണെങ്കിൽ ഒന്നും കൊടുക്കണ്ട. ഇപ്പൊ വീട്ടിലാണെങ്കിൽ വീട്ടിലെ ഫുഡ് അടിക്കാം. വണ്ടിക്കൂലിയുടെ ചെറിയ പൈസ ആവുന്നേ ഉള്ളൂ. എന്നാലും വീട്ടിൽ വിഹിതം കൊടുക്കാം. ഓക്കെയാണ്. ഇവിടെ വലിയ ബാക്കി കമ്പനി നോക്കുകയാണെങ്കിൽ പ്രഷർ എന്ന് പറയാനായിട്ടില്ല. ഇല്ല, നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യുക, വണ്ടി കൊണ്ടുപോയി കൊടുക്കുക, ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുക, അല്ലെങ്കിൽ വണ്ടി ഇപ്പൊ എവിടെന്നെങ്കിലും എടുത്തോണ്ട് വരിക, അങ്ങനെയൊക്കെയുള്ള കറക്റ്റ് സമയത്ത് സാലറി കിട്ടുന്നു. കറക്റ്റ് സമയത്ത് ഇവിടെ വന്ന് അത് പറഞ്ഞ സാലറി കിട്ടി. എങ്ങനെ സാലറി ഇന്നലെ വന്നു. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, നീ ഇവിടെ ഇല്ലായിരുന്നു. സാലറി 2-ാം തീയതി കൊടുക്കണ? അല്ല, 1-ാം തീയതി. അല്ല, ഇന്നലെ കൊടുത്ത്. എന്ന് വെച്ചാൽ സ്കൂൾ ഉറപ്പൊക്കെ ആയതുകൊണ്ട് ഇന്നലെ കൊടുത്ത്. പക്ഷെ നമ്മളിവിടെ ഇല്ലായിരുന്നു, നമുക്ക് അതുകൊണ്ട് കിട്ടിയില്ല. ഇനി നാളെ നമുക്ക് കിട്ടും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ലീവിന്റെ കാര്യമൊക്കെ ചോദിച്ചാ വേറെ. ഓണം എന്താ വരാൻ പോവാ. ഓണം വരാൻ പോണ്.
ഓണം കഴിഞ്ഞ അടുത്ത ക്രിസ്മസ് വരാൻ പോണു. പെട്ടെന്ന് വേറെ ടോപ്പിക്കിലോട്ട് അറിയില്ല അത് പെട്ടെന്ന് ടോപ്പിക്കിലോട്ട് കാരണം കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ ക്രിസ്മസ് ആയി. അത് നീ ശ്രദ്ധിച്ചായിരുന്നു? ഇതടാ ന്യൂ ഇയർ എന്നാണ് കഴിഞ്ഞുള്ളൂ, ഇപ്പൊ ഓണമായി. എടാ കഴിഞ്ഞതിനല്ലേ ഇടയ്ക്കല്ലേ ജനുവരി കഴിഞ്ഞു, ഇപ്പൊ ജൂണായി തുടങ്ങി. മഴ തീർന്നല്ലോ. ജൂണിലെ മഴ മുമ്പ് മെയിലെ തീർന്നു. ഇനിയിപ്പം ഇല്ല, അതാ വെയില് കണ്ട് ജൂൺ 1 തൊട്ട് മെയില്. അറിഞ്ഞൂടാ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞൂടെ. വർഷങ്ങള് പോയ ഒരു പാടുമില്ല. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ്. പ്രായവും കൂടി. പ്രായം നന്നായിട്ട് അടുത്ത വർഷം നിനക്ക് 23 വയസ്സാണ്. അടുത്ത വർഷം നിനക്ക് 24 വയസ്സാണ്. 24 വയസ്സാണ്. അപ്പം നീ നിലയിക്കണം. അപ്പം മറ്റേ മാമാരൊക്കെ കണ്ടിട്ട് മറ്റേ എവിടെയെന്ന് ചോദിക്കാണ്. മറ്റേ ഫ്രണ്ട്സ് കണക്കാണ് അവര്. 24ാമത്തെ വയസ്സിന് സെറ്റിൽ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് പറഞ്ഞപ്പോഴാ നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ചില കെണ്ട മാമാരുണ്ടല്ലോ, അമ്മമാര് വന്നിട്ട് നമ്മുടെ അടുത്ത് മോനേന്ന് വിളിക്കൂല, ഡാന്നും വിളിക്കൂല, മാമാന്നാണ് വിളിക്കുന്ന. എനിക്ക് കിളവന്മാരും അതൊക്കെ തന്നെ മാമാന്നാണ് വിളിക്കുന്നത്. മാമ സമയം എത്രയായത് മുതുക്കൊരു ചേട്ടാ മാമാന്നങ്ങോട്ട് വിളിച്ചു. സമയം എത്രയായി? അതാണ് പ്രശ്നമാണ്. മറ്റേ നമ്മളെക്കാട്ടി ഏജ് ഉള്ളവർ വരെ നമ്മളെ മാമാന്നാണ് വിളിക്കുന്ന. അത് എന്തിന്റെ ബേസിസിലാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ സമയം പറയില്ലല്ലോ, ഞാൻ ഉണ്ടൂല, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഒന്ന് സൂചിച്ചു ഇങ്ങനെ മാറ്റും. അപ്പൊ അവരൊക്കെ ഇതാവും. ഭയങ്കര പ്രശ്നങ്ങളാണ്. ബസ്സിൽ പിന്നെ പോകാറില്ല. മറ്റേ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിൽ അത് അങ്ങനെ പോകുമായിരുന്നു. ഇപ്പൊ ബസ്സിൽ കയറിയിട്ട് തന്നെ കുറെ ആളായി. പ്രായവും കൂടി ബിസിനസ് ഐഡിയാസ് ഒക്കെ വേണം. ബിസിനസ് ഐഡിയാസ് വേണം. അത് നമ്മളിപ്പം കുറച്ച് പൈസ ഉണ്ടാക്കി, ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങി തിരിച്ചാൽ നല്ലൊരിതാണ്, നല്ലൊരു ഓപ്ഷനാണ്. അതിനുള്ള പൈസ ഞാനിപ്പോ അച്ഛനുമായിട്ട് ഇപ്പൊ ഒന്ന് രാവിലെ സംസാരിച്ചതേ ഉള്ളൂ ബിസിനസിന്റെ. അപ്പൊ അച്ഛൻ പറഞ്ഞു വെച്ചാ എന്റെ ഒന്നും ഇല്ലടാ, ഇനിയിപ്പോ നീ തന്ന് ഒന്നും ഇല്ലടാ, എല്ലാം തീർന്നില്ല. ഞാനിനി എങ്ങനെ ജോലിക്കായിരിക്കുന്നതാണ് പുള്ളി ആലോചിക്കുന്നത്. ഇനി ഒറ്റ ഭാഗ്യമാ, നല്ല ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിൽ ഇരിക്കാൻ. ഏതെങ്കിലും അച്ഛന്മാർ ഇങ്ങനെ പറയുമോ? പണിക്ക് പറഞ്ഞു കൂടുതലുണ്ടാ അങ്ങനെ കൂടുതലുണ്ട്. ഇപ്പൊ ഒരു പണിക്കും പോണില്ല. വീട്ടിൽ ഇരിക്കല്ലേ, ഒരു പോത്തും കുട്ടി ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ, അതിനും പൈസ ഉണ്ട്. ചന്തയിൽ പോയി വാങ്ങിക്കാന്ന് വെച്ചാലും 10-15,000 രൂപ വേണം. ഒരു 10ന്റെ അകത്തൊക്കെ കിട്ടും. പഞ്ചായത്തിൽ നിന്ന് കിട്ടും. പഞ്ചായത്തിൽ നിന്ന് അതിന്റെ സമയം കഴിഞ്ഞല്ലേ, ഞാൻ അടുത്ത വർഷം തുടങ്ങുമ്പോഴത്തേക്ക്. അമ്മയാണെങ്കിൽ പറഞ്ഞതുമില്ല. അമ്മ കോഴിക്കോട് കോഴിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തു. പറഞ്ഞിരുന്നെങ്കിൽ അത് വാങ്ങിക്കായിരുന്നു. കിട്ടും. 5,000 എടുത്താൽ മതി, അത് കിട്ടും. പക്ഷെ നല്ലൊരു ബിസിനസ്സാണ് പോത്തിന്റെ. ലാഭമാണ്. ഇപ്പം തന്നെ 420 1 കിലോക്ക്. എങ്ങനെയാണെങ്കിലും അതിന്റെ ബിസിനസ് താന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ താഴുന്നില്ല. 300 കിടന്നത് ഇപ്പൊ 420 കേറി നല്ല റേറ്റാണ്. അത് എങ്ങനെ എന്തെങ്കിലും തുടങ്ങണം, അല്ലാതെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഫണ്ട് കിട്ടുന്നില്ല, പണിയെടുക്കുമ്പോൾ കിട്ടും. നല്ലൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റി വെക്കുന്ന ഫണ്ട് കൊണ്ട് ഈ പണി അവിടെ നമുക്ക് മടുക്കുമ്പോ അവിടെ നിന്ന് കളഞ്ഞിട്ട് വന്ന് ഒരു ബിസിനസ് തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടും. എനിക്കും അല്ലാതെ കുറെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ബിസിനസ്. നിന്റെ കുക്കീസിന്റെ ആലോചിക്കണം. അതിന്റെ വരുമാനം, അതിന്റെ കിട്ടുന്ന പ്രോഫിറ്റ് എത്ര, അതെല്ലാം നോക്കിയിട്ട് ആളുകൾ മാർക്കറ്റിലെ ആളുകൾ ഇത് വാങ്ങിക്കൂ, ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഇതാക്കാം. കുറെ കാര്യങ്ങൾ അതിനകത്ത് റിസർച്ച് ചെയ്യാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ ഇറക്കുമ്പോഴത്തേക്ക് അവരെ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം. നോക്കിയായിരുന്നു. നമുക്ക് തന്നെ ആദ്യം പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വാങ്ങിക്കണം. പിന്നെ കട കെട്ടണമെന്നില്ല. നമ്മുടെ 2 നില വീടാണെങ്കിൽ 2 നില ഒരു കട സെറ്റപ്പ് ആക്കിയിട്ട് ഇതിനായിട്ടെന്ന് പറഞ്ഞൊക്കെ എടുത്താൽ ലൈസൻസ് കിട്ടും. വലിയ സീനില്ല. സാധാരണ ഇപ്പൊ കടകളിലെ പാക്കിംഗ് അല്ലാതെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലും ഓക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പം നീ അവിടെ വെച്ച് വീടിന്റെ അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് പോണ വഴിക്ക് എവിടെയും നിർത്തി അങ്ങനെ കൊടുക്കുന്നെങ്കിലോ ഒക്കെ ഓക്കെയാണ്. മറ്റേ ചെറിയ മറ്റേ ഇപ്പം കുറെ ഇതുണ്ടല്ലോ, മറ്റേ ചായ പീഡിയ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു സെറ്റപ്പില് അവിടെ കൊണ്ടുപോയി മറ്റേ ഗ്ലാസ്സിൽ ഭരണിയിലിട്ട് വെച്ചാലും നല്ല ഇതാണ്. അവിടെ അവർക്കൊരു ഡിസ്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. നല്ലൊരു ഇതാണ്. ചിലർക്ക് ചായയോടെ കുക്കീസോ ബിസ്ക്കറ്റ് കഴിച്ചാൽ
ഒന്ന് മാറ്റി പിടിക്കാലോ എന്ന് ചോദിക്കും. മാറ്റി പിടിക്കുക അല്ല വട ഇപ്പൊ 10 രൂപ, അപ്പൊ കുക്കീസ് ഞാൻ 5 രൂപയ്ക്ക് കൊടുത്താൽ എന്തായാലും കുക്കീസിലോട്ട് വരും. കുക്കീസിലോട്ട് വരുള്ളൂ. നോക്കാലോ, തിന്നു നോക്കാലോ, 5 രൂപയല്ലേ ഉള്ളൂ. പല പല ഫ്ലേവറിൽ കുക്കീസ് ആകുമ്പോഴത്തേക്ക് അവര് കുറച്ചുകൂടെ ഇതാവും. ആളുകൾ ശ്രദ്ധിക്കപ്പെടും. നല്ല സാധനം കോണ്ടാക്ട് എവിടുന്ന് കൊണ്ടുവന്ന് കോണ്ടാക്ട് ഒപ്പിച്ച് അവര് തന്നെ പിന്നെ ഇപ്പൊ എവിടെയെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് നോക്കാം, ട്രൈ ചെയ്യാം. പക്ഷെ അത് ഒരു കുക്കി ഉണ്ടാക്കിയിട്ട് അത് എത്ര ദിവസം എക്സ്പയർ ആവാതിരിക്കും. അതെല്ലാം റിസർച്ച് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. എല്ലാം സെറ്റപ്പ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. ആദ്യം ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കണം. കൊറേ അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. കൊറേ ഓവൻ അതിനായിട്ടൊരു ഓവൻ ഉണ്ട്. ഓവൻ മേടിച്ചേറ്റ് അതിനെന്തായാലും ഒരു ചെറിയ സെറ്റപ്പിൽ ഓവൻ തന്നെ. മൈക്രോവേവ് ഓവൻ തന്നെ ഒരിക്കൽ വാങ്ങിച്ചായിരുന്നു. 5000 രൂപയ്ക്ക്. അതുണ്ടോ വീട്? അതില്ല, കൊടുത്തു വിറ്റ് ചേട്ടൻ എന്തോ ചെയ്ത് വിറ്റ്, അങ്ങനെ പൈസ ഉണ്ടാക്കി. അങ്ങനെ ബിസിനസിന്റെ കാര്യമൊക്കെ പറയണേ. മൈക്രോ ഓവൻ വല്യമ്മയുടെ ഇങ്ങനെ പറയും കുറെ പൈസ കിട്ടി വിറ്റിട്ടാണ് പൈസ. എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ചേട്ടൻ അങ്ങ് കൊടുത്തു. പിന്നെ ഒരു വിവരവും ഇല്ല. വല്യമ്മേടെ വീട്ടിലുണ്ടായിരുന്നു. അത് എന്തോ വല്യച്ചെന്തോ വയറിന്റെ പണിയൊക്കെ ചെയ്ത് അല്ല വേറെ എന്തോ സ്വിച്ച് ആക്കുമ്പോ ഇത് കറങ്ങണ രീതിയിലാക്കാൻ നോക്കി മൊത്തത്തിൽ കത്തിപ്പോയി. അതിപ്പോഴും ഈ ശരിയാക്കണ കടയിലുണ്ട്. എന്നാലും അവിടെ വെച്ചേക്കുന്നതിന്റെ മറ്റേ പൈസ കൊടുത്ത് എടുക്കാൻ പറ്റാത്തതുള്ളത് ഇത് കാരണം മേടിക്കാന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും അതിനൊരു 20,000 രൂപയൊക്കെ ആവും, ചെറുതെങ്കിലും. ഒരു ഇഞ്ച് കണക്കിലല്ലേ. ഞാൻ വേറൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ചോദ്യമാണ്, നീ എന്റെ ലൈഫിൽ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ എന്തൊക്കെ? അതാണ് പറയാനുള്ള, അതാണ് എനിക്ക് കേൾക്കാനുള്ള. ഞാൻ എന്തും പറയാം, നീ പറ. നീ എന്റെ അടുത്ത് വരെ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നിന്റെ അടുത്ത് അങ്ങനെ കള്ളം അങ്ങനെയൊന്നുമില്ല. ഓർമ്മയില്ല അങ്ങനെ പെട്ടെന്ന് കള്ളം മറന്നു. കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മറക്കുമല്ലോ. ഇപ്പൊ എന്താ കള്ളം പറഞ്ഞ നീ എന്തെങ്കിലും വാങ്ങിക്കാൻ പറയുമ്പോ അയ്യോ മറന്നു ഓർക്കും. ബാധ്യത ഇനി തിരിച്ചു പോകാൻ വയ്യല്ലോ. ഞാൻ പറഞ്ഞ കട അടച്ചേക്കരുന്നൊക്കെ പറയും. നീ പറ നിന്റെ കൊച്ചിലെ പറഞ്ഞ കള്ളങ്ങൾ തൊട്ട്. ഇതിലോട്ടുണ്ടെങ്കിൽ അത് അമ്മേടെ ഇത് വെച്ചാണ്. അമ്മ എന്തര്? അല്ല, ഞാൻ ഒരു ദിവസം ഞാനും അമ്മയും കൂടെ ബുക്ക് സ്റ്റാളിൽ പോയി. ബുക്ക് സ്റ്റാളിൽ എന്തായാലും നമുക്ക് കൊച്ചുപിള്ളേരെ വീഴ്ത്താൻ വേണ്ടിട്ട് അവന്മാര് കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റിക്കറാണ് മെയിൻ. മറ്റേ ചെറിയ മറ്റേ സ്റ്റിക്കർ, തിളങ്ങുന്ന സ്റ്റിക്കർ, മറ്റേ നീളത്തിരുന്ന പയ്യന്മാരൊക്കെ ക്രേസ് ആയിട്ടുള്ള സാധനം. ബൈക്ക്, കാറൊക്കെ ഉണ്ട്. കാർ മറ്റേ ഇല്ല സിനിമയിലുള്ള കാർ. മറ്റേ പേപ്പറിന്റെ സ്റ്റിക്കർ അല്ല, മറ്റേ ഒരു മറ്റേ ഇങ്ങനെ ഇളക്കിയിട്ട് ഒട്ടിക്കുന്ന മറ്റേ കാറിന്റെ അതേ ഷേപ്പിലൊക്കെ. എനിക്കറിയാം, മനസ്സിലായി. അത് ഇങ്ങനെ 3 രൂപ എങ്ങാണ്ടേ ഉള്ളടാ. ബുക്ക് വാങ്ങിക്കണ കൂട്ടത്തിൽ എനിക്കത് മോന് വാങ്ങിക്കാലോ, വാങ്ങിച്ചരല്ല. ഈ കാല് പിടിച്ച് വാങ്ങിച്ചോരമ്മേ വാങ്ങിച്ചൂല എന്നൊക്കെ പൈസ കൊണ്ട് അമ്മാനെ പറഞ്ഞ സമയത്ത് അതിന്റെ മേടിച്ചൊന്നുമില്ല. ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും കൂടെ ബുക്ക് എന്തൊക്കെ സാധനം സ്കൂൾ ഉറപ്പിനെ കണ്ട സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഓട്ടോയിലാണോ ഒന്നും സാധനവും വാങ്ങിച്ച് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കടയാണ് ഫാത്തിമ ബുക്സ് എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാവരും പോയി വാങ്ങിക്കണം. ബുക്കും കാര്യങ്ങളും എല്ലാം നോക്കി പാനെല്ലാം വാങ്ങിച്ചിട്ട് 3 രൂപയുടെ സാധനം ഒരെണ്ണമെങ്കിലും വാങ്ങിച്ചു തരൂല. കരഞ്ഞു, പ്ലീസ് വാങ്ങിച്ചു തരൂല. ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അങ്ങനെ നിർബന്ധിക്കുള്ളൂ, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യും. കൊച്ചിലെ അങ്ങനെയായിരുന്നു. കരഞ്ഞു പിടിച്ച് വാങ്ങിച്ചു തന്നില്ല. എനിക്ക് വാശിയായി, വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. എന്തിനത് ഞാൻ വയലിൻ ക്ലാസ്സിന് വയലിൻ ക്ലാസ്സിൽ പോവേ തന്നെയായിരുന്നു കൊച്ചിലെ. എന്നിട്ട് നേരെ 5 രൂപ എടുത്ത് എന്റെ വീട്ടിൽ നിന്ന് കല്ലാർ വരെ 5 രൂപ. എന്നിട്ട് നേരെ വയലിൻ ക്ലാസ്സിന് പോയിട്ട് ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇതിന് 3 രൂപയാണല്ലോ. ഓൾറെഡി വീട്ടിൽ പോകാനുള്ള 5 രൂപ ഉണ്ട്. അല്ലാതെ തന്നെ എനിക്ക് അമ്മ 10-30 രൂപ തരും. അപ്പം എന്നിട്ട് നേരെ ഞാൻ അതുവഴി പോയി റോഡൊക്കെ ക്രോസ് ചെയ്യണം ഒറ്റയ്ക്ക്. അത് എത്ര വയസ്സില്ല, എനിക്ക് 6 വയസ്സോ 5 വയസ്സോ കണ്ടായിരുന്നു. കൊള്ളാം. അപ്പോഴൊക്കെ എന്നെ ഒറ്റയ്ക്ക് വിടുമായിരുന്നു. സ്വയം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ അതൊക്കെ നല്ലൊരു ഇതായതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ ഒറ്റയ്ക്ക് അപ്പോഴേ പറഞ്ഞു വിടുന്നു. എന്റെ മാമനും അമ്മാമ്മയൊക്കെ ഭയങ്കര വഴക്കാണ്. കൊച്ചിനെ എന്തിന്, അത് ശരിയല്ല, തിരിച്ചു വരൂലെന്ന്. അങ്ങനെ അത് നേരെ ബുക്ക് സ്റ്റാളിൽ പോയി. അപ്പൊ എന്തോ ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പം
ബാറ്റ്മാനും ഇല്ല, സൂപ്പർമാനും ഇല്ല, ഒന്നുമില്ല. എല്ലാം എല്ലാം ബാർബിയും ഡോൾഫിനും ഓ അങ്ങനത്തെ കുറച്ച് പെൺപിള്ളേരെ കുറെ. നീ അവസരം ഡോൾഫിൻ എടുത്ത് അപ്പൊ ഇങ്ങനെ എന്തൊരു ഒരു ചേട്ടൻ വന്ന് എന്തോ പേടിച്ചു സ്റ്റിക്കർ ലേതാണ് ഇതാ. അപ്പോഴേ പറിച്ച് കൈ തന്ന് 3 രൂപ തന്നിട്ടു, ബാക്കി 2 രൂപ 2 രൂപ. ഇത് നേരെ ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം കണ്ട ഞാൻ ഭയങ്കര മാസാക്കി സ്റ്റിക്കർ ഇങ്ങനെ ഉണ്ടെന്ന് ഫുൾ സ്റ്റിക്കർ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് തന്നെ കാണും, എനിക്ക് സ്റ്റിക്കർ ഉണ്ട്, ഇത് എവിടുന്ന് വെച്ചെന്ന് പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് ഇങ്ങനെ അവിടുത്തെ ചേച്ചിമാര് വാങ്ങിച്ചു തന്നിരിക്കും. എന്റെ വലിയ ചിലപ്പോ കൊച്ചു ചെറുക്കനല്ലേ പിള്ളേര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും. അപ്പൊ ഞാൻ തന്നെ അവര് വാങ്ങിച്ചു തന്നെ തന്നെ. അമ്മയ്ക്ക് ഡൗട്ട്, പെൺപിള്ളേരാണെങ്കിലും മൊത്തത്തിൽ ഇങ്ങനെ ഇത് എവിടുന്ന് ഉള്ളതിനാണ്. അപ്പൊ ഏത് ചേച്ചിയാടാന്ന് ചോദിച്ചു. ഇന്ന ചേച്ചി എന്നൊക്കെ പറഞ്ഞു. നാളെ നമുക്ക് ഒത്തു വയലിൻ ക്ലാസ്സിന് പോവാം, പാട്ട് ക്ലാസ്സിന് പോവാം. അപ്പൊ എന്നിട്ട് കണക്ക് ഇത് എവിടെ നിന്നാണ് ബാക്കി ഇന്നത്തെ ചെലവ് എത്ര അപ്പൊ ഇല്ലാത്ത കണക്കൊക്കെ കൂട്ടണുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ കല്ലറയ്ക്ക് മുമ്പുള്ള സ്റ്റോപ്പ് വരെ 5 രൂപ ആട്ടോയ്ക്ക് കൊടുത്ത്, അവിടുന്ന് വീണ്ടും ബസ് 5 രൂപ. 6 വയസ്സ് തൊട്ടേ കണക്ക് കൂട്ടി കള്ളത്തരം പറഞ്ഞു തുടങ്ങി. പിന്നെ 2 രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചത്, അപ്പൊ 5 രൂപ കളയണമല്ലോ. അങ്ങനെ എന്തൊക്കെ കണക്കിട്ട് ടാലിയാക്കി. എന്നിട്ട് ലാസ്റ്റ് പൈസ കണക്കങ്ങ് ശരിയാവില്ല. എന്തൊക്കെ പാലോ സാധനങ്ങളും കൂടെ വാങ്ങിച്ചോണ്ടായിരുന്നു അങ്ങോട്ട് പറഞ്ഞു. അത് വാങ്ങിച്ചിട്ട് കണക്കങ്ങോട്ട് ശരിയല്ല. അന്ന് ഒരു പാലിന് 10 രൂപ കണ്ടേ ഉള്ളായിരുന്നു. ഇത്ര കൂട്ടിട്ട് ശരിയാവണല്ലോ. അപ്പൊ അവസാനം സത്യം പറ, നീ എന്തൊരു ചെയ്തടാ പറയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയടുത്ത് ഇന്നലെ പറഞ്ഞതല്ലേ ഞാൻ വാങ്ങിച്ചോരോ എനിക്ക് വാങ്ങിച്ചു തന്നല്ലോ, ഞാൻ പോയി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു അപ്പോഴ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ, എത്ര ആണോ വാശി പിടിച്ച് 3 രൂപയല്ലേ ഉള്ളൂ, ഇത്രയും പൈസ ഉണ്ടായിരുന്നു 3 രൂപയുടെ സാധനം പോലും വാങ്ങിക്കാം. അതാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വാങ്ങിച്ചത്. അന്ന് വാങ്ങിച്ചത് അടിയൊന്നും കിട്ടിയില്ല. ഇനി കള്ളം പറയരുതെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയ കള്ളം പറച്ചില്ല. പിന്നെ നിർത്തിയ പിന്നെ സ്കൂളിൽ നിന്ന് മെമ്മറി കാർഡ് എടുത്തോണ്ട് വരിക, പാട്ട് കയറ്റുക, അത് ഫ്രണ്ട്സിന്റെ വാങ്ങിക്കുക, അങ്ങനെ കൊറേ സ്കൂളിൽ നിന്ന് CD കൊണ്ടുവരും, അത് കൊണ്ടുവരും. CD പാട്ട് സിനിമ പാട്ടൊക്കെ തന്നെ അന്ന് ചേട്ടൻ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. CD ഒക്കെ ചേട്ടന് സിനിമയൊന്നും കിട്ടില്ല, എനിക്കാണ് സിനിമകൾ. പയ്യന്മാരെ കാണിച്ചു മറ്റേ സിറുത്തെ സിനിമ അറിയാമോ? CD കൊണ്ടുവരുന്നത്, സിനിമ ഇടുന്നത്. ഞാനും CD ഇട്ട് കണ്ടിട്ടുണ്ട് സിനിമ. മറ്റേ ഇതിലുണ്ടല്ലോ CD പ്ലെയർ ഇടുന്ന, അതിന്റെ അകത്തൊക്കെ ഇട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളങ്ങള്. ഞാൻ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ എന്ന് വെച്ചാൽ, എന്നെ കൊച്ചിന് 10ാം ക്ലാസ് വരെ അടിക്കുവായിരുന്നടാ. ഞാൻ പഠിക്കത്തില്ല, പഠിക്കാതിരുന്ന് ഞാൻ എങ്ങനെയും കോപ്പി അടിച്ചു. എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിലൊക്കെയാണ് പേപ്പർ നോക്കി തരുമായിരുന്നു. ഈ 1 തൊട്ട് ഒന്നല്ല, ഞാൻ 4ാം ക്ലാസ് തൊട്ട് അടി തുടങ്ങി. അടി എന്ന് പറഞ്ഞാൽ മറ്റേ 1 തൊട്ടേ തുടങ്ങി, 4ായപ്പോ കൂടി പഠിക്കാത്തതിനടി, അടിയോടടി എന്നും വരുന്നു, അടി കിട്ടുന്നു. ഇങ്ങനെയായിരുന്നു, വെട്ടി കരയും. മറ്റേ ഇങ്ങനെ കരയും എടുത്ത് വാ അടയ്ക്കാൻ വേണ്ടി അടുത്ത അടി. ഇങ്ങനെ മുണ്ടില്ല, ഇങ്ങനെ കരയും. വാ തുറക്കാൻ പറ്റത്തില്ല, വാ തുറന്നാ അടി കിട്ടും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഞാൻ പിന്നെ ഒരു 4 എനിക്ക് ഇത്തിരി ബുദ്ധിയൊക്കെ വെച്ച്, ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് ബുദ്ധിയൊക്കെ വെച്ച് എന്നുവെച്ചാൽ കോപ്പി അടി ആ ടൈമൊക്കെ ആക്കുമ്പോ ഇതാവും. മീൻസ് നമ്മൾ അത് പഠിക്കുന്ന ഒരു നല്ലൊരു ചെറുക്കം ഉണ്ടായിരുന്നു. അവന്റെ പേര് ആനന്ദം അങ്ങണ്ടായിരുന്നു. അവനാണ് നല്ല ബുജി, ക്ലാസ്സിൽ അവൻ ടോപ്പ് അങ്ങനെ ഇരിക്കുക. അപ്പൊ അവൻ നമുക്ക് മറ്റേ നമ്പർ ബേസ് ഒന്നും ആയിട്ടല്ല ഇരുത്തുന്ന. അപ്പൊ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇരിക്കാം എക്സാം നടക്കുമ്പോ. അപ്പൊ ഇവന് മുട്ടായി എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് നിന്റെ അടുക്ക ഞാൻ, അതിന്റെ അപ്പുറത്ത് വേറൊരുത്തെ, ഇവന്റെ അടുക്ക 2 പേര് ഇരിപ്പുണ്ട്, ഞാനും വേറൊരുത്തരും. നമ്മൾ 2 പേരും നല്ല ഫണ്ടിറക്കി ഇവന് മുട്ടായി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ട്. അന്ത കാലത്ത് എന്താ ഒന്നുമില്ല, ഒരു നെല്ലിക്ക് 50 പൈസ കണ്ടേ ഉള്ളു. അപ്പൊ 1 രൂപ എടുത്ത 2 വലിയ നെല്ലിക്ക് കിട്ടും. അതൊക്കെ അടിച്ചിട്ട് അവൻ ഫ്ലാറ്റ് ചെന്നങ്ങിരിക്കും. ചെന്നിരുന്ന് അവനെ വെക്കുന്നു എഴുതുന്നു, അവനെ വെക്കുന്നു എഴുതുന്നു. ടീച്ചറൊന്നും പറയത്തില്ല, എല്ലാവരും കൂടെ വലിയൊരു ഹാളിൽ ഇരിക്കുകയാണ്. 4ാം ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ എല്ലാം എഴുതുന്നു, പാസ്സാവുന്നു, നല്ല മാർക്ക് 7 വരെ നല്ല മാർക്ക്. 7 വരെ ആ സ്കൂളില്, എന്ന് വെച്ചാൽ 7 വരെ സ്കൂളിലുള്ള ആ സ്കൂള്. 7 കഴിഞ്ഞാൽ വേറെ ക്ലാസ് 8 വേറെ സ്കൂളിലോട്ട് പോകണം. അപ്പൊ വേറെ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ഇവ വേറെ സ്കൂളിൽ പോയി. ഞാൻ 8 തൊട്ട് വീണ്ടും പോണ്ട എന്നാണ് അമ്മ പറയുന്നത്. 8ലും അടിയെന്ന് പറഞ്ഞാൽ
വലിയ എന്റെ ഈ കയ്യിലെ വണ്ണമൊക്കെ ഉള്ളതൊക്കെ ഇത് അടിച്ച് മുഖമൊക്കെ തന്നെ അടിച്ച് ഇതാക്കും. അപ്പൊ വഴി കൂടെ നടന്നോണം മാമിക്ക് എന്തിനാ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം ഇവൻ പോയല്ലടാ. ഞാൻ പെട്ട്. ട്യൂഷൻ ഉണ്ട്, സ്കൂളുണ്ട്. ട്യൂഷൻ ഇന്ന് എക്സാം നടക്കും, സ്കൂളിൽ നടത്തും. ഞാൻ പിന്നെ അവസാനം എന്ത് ചെയ്ത് മറ്റേ ടെസ്റ്റ് പേപ്പർ ഇടുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണമല്ലോ. അമ്മ ചോദിക്കുക ടെസ്റ്റ് പേപ്പർ ഇട്ടില്ല, എന്തെങ്കിലും കാണിക്കണമല്ലോ. ടെസ്റ്റ് പേപ്പർ ഇട്ടാണ് ഓൾറെഡി. അല്ലെങ്കിൽ ഇടുന്ന കാര്യമൊക്കെ മുമ്പേ ഇതൊക്കെ വാട്സപ്പ് ഇല്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കാണ് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുന്നത് ഇട്ട ടെസ്റ്റ്. അപ്പം വീട്ടുകാരും അറിയല്ലോ, നമ്മുടെ തല്ലി പറയുന്നത്. നമ്മളങ്ങനെ എഴുതി പൊട്ടും. മറ്റേ 1 മാർക്ക്, മറ്റേ 20-ന് 1 മാർക്ക്, അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അവസാനം ഞാൻ അങ്ങ് ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടും. ഒരു ചുമന്ന പക്ഷെ പേന ഞാൻ പൈസ കൂട്ടി വെച്ച് 10 രൂപ കണ്ടുള്ളായിരുന്നു. ഞാൻ മേടിച്ചിട്ട് അന്ന് തൊട്ട് എഴുതുന്നത് മറ്റേ ഞാൻ എഴുതും. എന്നിട്ട് ഞാൻ തന്നെ ടിക്കിടും, ഞാൻ തന്നെ ശരി ഇടും. എന്നിട്ട് കള്ളം കാണിക്കുമ്പോൾ പിടിക്കാതിരിക്കണമല്ലോ. ഞാൻ മറ്റേ തെറ്റ് എഴുതി വെച്ചിട്ട് വെട്ടിയും കളയും. എന്നിട്ട് ഞാൻ ഒരു മാർക്ക് ഒരു 20-നാണെങ്കിൽ ഒരു 15 അതൊക്കെ മേടിച്ച് അടി കിട്ടാതിരിക്കും. 15-16 ആ ലെവലിലൊക്കെ മേടിച്ച് അടി കിട്ടാതിരിക്കും. എന്നാലും ചോദിക്കും ബാക്കി 3 മാർക്ക് എവിടെ പോയെന്ന്. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് 3 മാർക്കിന് വേണ്ടിയൊക്കെ അടിയായിരുന്നു. പക്ഷെ അടി കുറയും ആ സമയത്തേട്ടാ. പിന്നെ 10 വരെ എന്നെ പൊതിരത്തല്ലേ. 10 അല്ല, +2 വരെ തല്ലി. അല്ല 10 വരെ അല്ലേ, 10 വരെ അല്ലേ. 10 വരെ തല്ലിയപ്പോഴത്തേക്ക് മനസ്സിലായി എന്ന് വെച്ചാ മൊത്തം വൃത്തിയാക്കുമ്പോൾ നമ്മളെ മനസ്സിലായി. അങ്ങനെ പിന്നെ അവസാനം 10ാം ക്ലാസ് വരെ അടിച്ച് 10ലൊക്കെ ഞാൻ പിന്നെ പാസ്സായി. എങ്ങനെയെങ്കിലും ഒക്കെ പാസ്സായി. ഞാൻ എഴുതിയൊക്കെ തള്ളിയൊക്കെ പാസ്സായി. അന്ന് മറ്റെന്തോ അന്ന് ഇതൊക്കെ അങ്ങനെയൊക്കെ ഇതായി. എന്നാലും പാസ്സായി, ഇതാക്കി. കോപ്പി അടിച്ചൊക്കെ തന്നെ പാസ്സായി. അന്ന് പിണറായി വിജയൻ നമ്മൾ പഠിച്ച ആ സമയത്താണെന്ന് തോന്നുന്നു സീറ്റ് സീറ്റ് അങ്ങ് എങ്ങനെയൊക്കെ പാസ്സായി. പിന്നെ +2 കയറി, +1 കയറി. +1 മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വന്ന് അപ്പൊ അടച്ച്. +1 മാത്രമേ നമ്മള് പോയുള്ളൂ. +2 പോയിട്ടില്ല. +2 ഫുള്ള് അടച്ചിടാക്കും. ഇതൊക്കെ കൊറോണ 10ലാണ് വെള്ളപ്പൊക്കം. അയ്യോ കാലം പോയോ പോക്കി. അങ്ങനെ 10ല് വെള്ളപ്പൊക്കം ആയപ്പോഴത്തേക്ക് കുറച്ച് ദിവസം കൊണ്ട് മറ്റേ എക്സാമിന് മാത്രമേ പോയോളായിരുന്നു. കുറച്ചാളെ ഉള്ളായിരുന്നു. അന്ന് 10ല് ഓണപരീക്ഷ നടത്തിയില്ലല്ലോ. നടത്തിയില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ലക്കായിരുന്നു. അതൊക്കെ ഉള്ളതുകൊണ്ട് ജയിച്ചു പോയി. പിന്നെ +2 ആയപ്പോ കൊറോണ വന്ന് +2 അങ്ങ് ഫുള്ള് പോയി. +2 ലൈഫ് ഫുള്ള് പോയി. +1 ഇതായി. +1 സെയിം പ്രോസസ് തന്നെ. ടെസ്റ്റ് പേപ്പർ എടുക്കുന്നു, കാണിക്കുന്നു, സ്കൂളിൽ നിന്ന് ചാടി പോണു, ടീച്ചർ പിടിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനും വേറെ എന്റെ വീടിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവനോട് ഞാൻ ഇവനോട് ചാടും. ഞാനും ഇവനോട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ചാടും. വീട്ടിലങ്ങ് പോകും, ഇറങ്ങും പോവില്ല. വീട്ടിൽ പോകുന്ന നേരത്തെ വീട്ടിൽ പോകാതെ പോകും. അങ്ങനെ ചാടി ലാസ്റ്റ് പീരീഡ് അങ്ങനെ ചാടി. ഇവര് നമ്മളെ മറ്റേ ടീച്ചർ ഉണ്ടല്ലോ, നമുക്ക് ഈ ക്ലാസ് ടീച്ചർ, അവര് കയറി വന്നിട്ട് മറ്റേ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി വന്നു. അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി ലാസ്റ്റ് പീരീഡ് അവർ എന്തിന് കാരണോ എനിക്കറിയില്ല. അവർ അറ്റൻഡൻസ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നെ അവനും കാണുന്നില്ല. ഞാനും അവനും പോയി. പിറ്റേ ദിവസം ഇവൻ വന്നില്ല. എന്നെ പൊക്കി. ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയപ്പോഴത്തേക്ക് ബാക്കിൽ ടീച്ചർ ചെയ്തത് പൈസ അവിടെ നിന്നേ നോക്കിയേട്ടാ. നോക്കിയപ്പോഴേ അവര് ഇങ്ങനെ കയറിയിരുന്നു. നീ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് എവിടെ പോയി? അവർ വീട്ടിൽ പോയി ടീച്ചറെ എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഇനി പോയാൽ ഞാൻ വീട്ടിൽ വിളിക്കാന്ന് പറയാം. ഞാൻ അപ്പോഴേ കൂട്ടുകാരനെ ഒറ്റ കൊടുത്ത്. ഞാൻ മാത്രമല്ല ടീച്ചറെ അവനുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞു അപ്പൊ അവനെ ഞാൻ നാളെ കണ്ടോളാന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞേ ഞാൻ ചോദിച്ചു അവനെ നാളെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ക്ലാസ് ചെന്നിരുന്നു. അവസാനം നാളെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഞാൻ ഇവന്റെ അടുത്തൊന്നും ചോദിക്കുന്നുമില്ല. ഇവന് വേണ്ടേ? അവൻ നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനായിട്ടാ. അവനെ ചോദിക്കുന്നില്ല. എന്റെ അടുത്തും അത്ര ചോദിച്ചോളൂ. അങ്ങനെ പിന്നെ തൊട്ട് പിന്നെ ക്ലാസ് കട്ട് ചെയ്യുക അങ്ങനെ കുറഞ്ഞു. പക്ഷെ ക്ലാസ് കട്ട് ചെയ്യുന്ന പോണതൊക്കെ കുറഞ്ഞു. എന്നാലും കട്ട് ചെയ്ത് പോകുമായിരുന്നു. അവര് കാണാതെ അവര് വരാത്തപ്പോഴൊക്കെ കട്ട് ചെയ്തൊക്കെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു +1. പിന്നെ +2 ആയി. +2 ഇതൊക്കെ ആയി. പിന്നെ എങ്ങനെ +2 തട്ടി മുട്ടിയൊക്കെ പാസ്സായി. പിന്നെ ഡിഗ്രിക്ക് കയറുന്നു. ഡിഗ്രിയും തട്ടിയും മുട്ടിയും പാസ്സാവുന്നു. ഡിഗ്രിക്ക് വഴിത്തിരിവ്. ഡിഗ്രിക്ക് വഴിത്തിരിവോട് പറയാം. ഡിഗ്രി വന്നതാ. ഡിഗ്രിക്ക് എനിക്കൊരു ഇതുമില്ലായിരുന്നു. ഞാൻ ITIയിലോട്ട് പോകാനാണ്. +2 പഠിത്തം നിർത്താന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഡിഗ്രിയും കൊണ്ട് ഡിഗ്രിയും കൂടെ പഠിച്ചിട്ട് നിർത്തിക്കോ. സത്യം. ഞാൻ ITIയിലോട്ട് പോയി. അല്ല ഞാൻ വേറെ ഷിപ്പിന്റെ നോക്കി. ഷിപ്പ് മറ്റേ കടലിൽ പോകും. കൂട്ടുകാരെല്ലാരും മീൻസ് അവിടെ എല്ലാരും നമ്മള് +2 ഉള്ള കൂട്ടുകാരെല്ലാം അവിടെ വീട്ടിന്റെ അടുത്തുള്ള എല്ലാരും കൂടെ ഷിപ്പിൽ പോകുന്നു. അവിടെ സെറ്റ് ആവുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഇത് പോളി നോക്കി, IT എല്ലാം നോക്കിയായിരുന്നു. പിന്നെയാണല്ലേ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനെക്കാട്ടി ഡിഗ്രി ഇരിക്കണേന്ന് നല്ലത്. ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ IT പിന്നെ ഞാൻ ഷിപ്പ് വിട്ട് ITIയിലോട്ട് പോയി. ITI നോക്കാൻ പറഞ്ഞാൽ ITIക്ക് എല്ലാ ഇതിലും കൊടുത്തു. കുറെ ITIയിലൊക്കെ പോയി. ഒന്നും സെറ്റായില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്നും കിട്ടിയില്ല. സീറ്റൊന്നും ഇല്ല. മറ്റേ വന്നതൊക്കെ ഇവിടെ വർക്കലൊരു IT ഉണ്ട്. ഇത്രയും ഷോ ITI ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ മറ്റേ 4 മറ്റേ ട്യൂഷൻ സെന്റർ മറ്റേ ഒരു വീട്ടിന്റെ മണ്ടയില്ല. ITI വീട്ടിന്റെ മണ്ടയില് ട്യൂഷൻ സെന്റർ കണക്ക് വരുന്നതില് മറ്റേ കട്ട ഇട്ട് മറച്ചിട്ട് 4 മുറി 4 മറ്റേ ക്ലാസ് റൂം കണക്ക് വെച്ചേക്കുന്നത്.
പണ്ടത്തെ ട്യൂഷൻ സെന്ററിനെ കാട്ടിയതും മറ്റേ ആറ്റിങ്ങ പോയി പഠിക്കണ സത്യം അങ്ങനത്തെ ഒരു സ്ഥലം. അത് കോളേജ് ഞാൻ ആറ്റിങ്ങ പോയായിരുന്നു, അവിടെ കിട്ടില്ലെന്ന് പറഞ്ഞു. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടും. എനിക്ക് 10 മാർക്കില്ല, എനിക്ക് കിട്ടിയടാ. എനിക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ കറങ്ങി ഇന്ന് ലാസ്റ്റ് ആണ് ഡിഗ്രിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഡിഗ്രിക്ക് കൊടുക്കുന്നു. പിന്നെ ഒരു 3 സെമ്മ് സപ്ലി മേടിക്കുന്നു. 3 സെമ്മ് സപ്ലി. 3 സെമ്മിലും കൂടെ മൊത്തത്തിൽ എത്ര? ഫസ്റ്റ് സെമ്മിൽ 1 സപ്ലി, സെക്കൻഡ് സെമ്മിൽ 2 സപ്ലി, 3ാമത്തെ സെമ്മിൽ 3 സപ്ലി. അങ്ങനെ മൊത്തത്തിൽ 6 സപ്ലി. 6 സപ്ലി എങ്ങനെയെങ്കിലും ഒക്കെ എഴുതി. ഒരു വട്ടമൊക്കെ എഴുതി പാസ്സായില്ല. പിന്നെ എഴുതി 4-5 ആറും പഠിച്ചേട്ടാ. 4-5 ആറും എല്ലാരും പഠിക്കുന്നുണ്ട്. ഇവനൊക്കെ പിന്നെ ഒളിച്ചിരുന്ന് പഠിച്ച്. അത് വേറെ ഇവ ഒളിച്ചിരുന്ന് പഠിച്ച്. അങ്ങനെ 2 സെമ്മിൽ 6 സപ്ലി 2 സെമ്മിൽ നീ 6 സപ്ലി മേടിച്ച്. പക്ഷെ 3ാമത്തെ സെമ്മോട്ട് നീ പഠിച്ച്. 4ാമത്തെ സെമ്മിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മറ്റേ ഇയർ ബാക്ക് അടിക്കുമെന്ന് പറഞ്ഞു. അത് കാരണമാണ് ഞാൻ പഠിച്ചത്. ചിലരുടെ ഭീഷണിയിൽ നീ ഭീഷണിയിൽ വീണ്. ഭീഷണിയിലല്ലടാ, എന്തിനാണ് ഫസ്റ്റ് സെമ്മിലെ റിസൾട്ട് വന്നപ്പോ 3rd സെമ്മ് കിടക്കല്ലേ. വിഷമം കൊണ്ട് വാശിക്കിരുന്ന് പഠിച്ചാണ് 3rd കിട്ടിയത്. നീ കിട്ടൂല. ഇതണക്ക് തന്നെയായിരുന്നു. നമ്മള് മറ്റേ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്ന് മറ്റേ എല്ലാരും തഴഞ്ഞ് കൂട്ടുകാരും. നിനക്കൊക്കെ എല്ലാത്തിനും 1 സപ്ലി, എനിക്ക് ഫസ്റ്റ് സെമ്മില് 3 എണ്ണം. ഞാനപ്പൊ സന്തോഷിച്ചായിരുന്നു. എന്നുവെച്ചാൽ എനിക്കിന്ന് ഇഷ്ടമല്ലായിരുന്നു. ഞാനപ്പൊ സന്തോഷിച്ചായിരുന്നു. എന്നുവെച്ചാൽ നമ്മള് വന്ന ഉടനെ അല്ലായിരുന്നു എക്സാം. നീ വന്ന ഉടനെ എക്സാം ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കാം. 2ാം സെം ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചിരിയൊക്കെ ഇങ്ങനെ മാഞ്ഞു തുടങ്ങി. പിന്നെ മാഞ്ഞ് പിന്നെ 2 സപ്ലി ആയി. പിന്നെ കൂട്ടുകാരന്മാർ എന്നുവെച്ചാൽ വേറെ ആരും ഇല്ല. നമ്മള് ബാക്ക് ബെഞ്ച് ഇരിക്കുന്ന ഒരു 5-6 എണ്ണം. ഇതിന് മാത്രം സപ്ലി, ബാക്കി എല്ലാരും ജയിക്കുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നത്. പിന്നെ എല്ലാരും പതിയെ നമ്മളെ മറ്റേ ഈ പഠിക്കുന്നവര് പഠിക്കാത്തവരെന്ന് പറഞ്ഞാൽ അവര് കമ്പയർ ചെയ്ത് അങ്ങനെ ഒരു ഇതാക്കി. പിന്നെ ഞാൻ അവിടുത്തെ ടീച്ചർ, എനിക്ക് ഫസ്റ്റ് സെമ്മിലെ റിസൾട്ട് വന്ന പിന്നെ ടീച്ചർമാരായിട്ട് പിന്നെ കമ്പനി ഇല്ല. ടാർഗറ്റ് നീ പഠിക്കാ അവര് വല്ല ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വേറെ ഒന്നും പറയൂല, അറിഞ്ഞൂടാ. അവര് നീ പറഞ്ഞാലും അവര് തന്നെ പറഞ്ഞു, അർജുൻ ഇത്ര ആക്റ്റീവ് അല്ലാതെ നീ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ പഠിച്ച് പാസ്സായി, സപ്ലി എഴുതിയെടുത്ത്. പക്ഷെ നിനക്ക് സർട്ടിഫിക്കറ്റ് മുമ്പേ കിട്ടി. എനിക്ക് ഈ വർഷമാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുണ്ടല്ലേ? സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെയോ ക്ലിയർ ആയി. 2025 എഴുതിയിട്ടുണ്ടല്ലേ? അതിന്റെ എഴുതിയിട്ടുണ്ട്. എഴുതിയേക്കും. അത് പിന്നെ കുഴപ്പമില്ല. വേറെ ഫീൽഡിലോട്ട് നോക്കുന്നില്ലല്ലോ. IT ഫീൽഡ് വല്ലതും കിട്ടണ്ടേ? IT ഫീൽഡ് ഡൗൺ ആടാ. വരുന്നുണ്ട് IT. ഞാൻ എന്നേ നിങ്ങളുടെ അടുത്ത് പറയുന്നു. എടാ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ട. ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെന്നില്ല. അത് തന്നെ, ട്രൈ ചെയ്തിട്ട് കള. മാക്സിമം നോക്കാം. എന്നിട്ട് എന്തൊരു എടാ ഒരു നീ ഇപ്പൊ ആലോചിക്കുന്നത് എന്തൊരു കൂട്ടുകാരനൊക്കെ. അതെ, ഇത് പറയത്തില്ല. പറയല്ലേ നമ്മളെന്ത് ഇപ്പൊ വെറുതെ സമയം കളയല്ല. ഇന്റർവ്യൂ ചെയ്ത് വെറുതെ സമയം കളയല്ല. ഒരു ജോലി വീണ്ടും നമ്മള് ജോലിയിലൂടെ ഇന്റർവ്യൂ കളഞ്ഞ സമയം കളയുന്നില്ല. വേറെ ഒരു ജോലി വേറെ ജോലി നോക്കുന്നു. ചില വീട്ടിലൊക്കെ എന്തിനാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പൈസ ഉള്ളവരൊക്കെ, അപ്പൊ അവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിന്ന് ഇന്റേൺഷിപ്പ് എടുത്ത സമയം കളയാം. എന്റെ അറിവിലും കൂട്ടുകാർ കുറെ ഉണ്ട്. നമ്മുടെ പഠിച്ചത് തന്നെ കുറെ പേര്. ഞാൻ ഇന്റർവ്യൂവിന് പോയ അവിടെ ഉള്ള കുറെ പേരുണ്ട്. എന്നയിലുള്ളവന്മാര്, അവന്മാരെ ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയൊക്കെ ഓക്കെയാണ്. അവന്മാര് വേറെ ഒന്നിനും പോകണം, ഇന്റേൺഷിപ്പ് എടുക്കുന്നു. ഇങ്ങനത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 3 വർഷം കളയണം. നീ ആലോചിക്കണം. എന്റെ കൂടെ ചെന്നൈ മെട്രോ വരെ കണ്ട വരാൻ. ഇപ്പൊ നിനക്ക് പോവാനാണെങ്കിലും നിന്റെ ഫണ്ട് എടുത്ത് ചെന്നൈ വരെ പോവാനും അവിടുത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും നിനക്ക് പറ്റുന്നുണ്ട്. അത് തന്നെ. ധനുഷ് എന്ന് പറയുന്ന പയ്യനാണ്. അത് വീട്ടുകാരുടെ ചില ഇതിനെ നിൽക്കണം. 3 വർഷം പാസ് ഔട്ട് 21 ആണ്. നമ്മുടെ സൂപ്പർ സീനിയേഴ്സിന്റെ സമയം. അതും കമ്പ്യൂട്ടർ സയൻസ്. പുള്ളിക്കാരി എന്തിനാണ് ഇന്റേൺഷിപ്പ് എടുത്ത് കുറച്ചാള് അങ്ങനെ നടന്നു. ലിങ്ക്ഡിനിൽ കുറെ ഫോളോവേഴ്സ് ഒപ്പിച്ച്, കോണ്ടാക്ട്സുകൾ കുറെ ഉണ്ട്. ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകുന്നല്ലാതെ വേറെ പരിപാടിയില്ല. കുഴപ്പമില്ല. എന്ന് പറയുമ്പോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാണ്. വീട്ടില് സീനില്ല. പിന്നെ കുഴപ്പമില്ല. വീട്ടില് അവർക്ക് മറ്റേ വീട്ടുകാർക്ക് പൈസ ഉണ്ടെങ്കിൽ, രക്ഷപ്പെട്ടുള്ള ആളായി അവര് പിന്നീട് ഓക്കെ. പൈസ ഉണ്ടെങ്കിൽ വിലയുണ്ട്. അവർക്കിപ്പം പൈസ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം അവരുടെ അടുത്ത് മോന്റെ അടുത്ത് പറയത്തില്ല പോയി പണിയെടുത്ത് കൊണ്ടുവരാനൊന്നും പറയത്തില്ല. ചിലവര് പറയോളാ. ചില ബിസിനസ്സും നന്നായിട്ടുള്ളവരും കഷ്ടപ്പാടിന്ന് കയറി വന്നവരൊക്കെ പറയും. അല്ലാത്തവരൊക്കെ വെറുതെയാണ്. കുറെ പേരുണ്ട് വീട്ടില് ഓക്കെയാണ്. വീട്ടില് ഇവന്റെ ചിലവ് കൊണ്ട് നമുക്ക് കുടുംബം പോറ്റണ്ടെന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം വീട്ടിൽ നിന്നാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ അവര് ചിന്തിക്കും. അവര്
ഒന്നും പറയൂല. പക്ഷെ നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണ്, Middle class നമുക്കത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ വീട്ടുകാർ പറഞ്ഞില്ലെങ്കിലും ഒരു സമയമാകുമ്പോ അവരെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ എപ്പോഴും ഇവിടെ കയറി തിന്നാതെ പണിക്ക് അങ്ങനെയൊക്കെ ഒരു പക്ഷെ മുഖം മാറും നമുക്ക് മനസ്സിലാവും. ഓക്കെയാണ് ഇവിടെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഈ 1 വർഷം ഇവിടെ നിന്നിട്ട് പയ്യൊക്കെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഇവിടെ 1 വർഷം നിന്നിട്ടാണെങ്കിലും വേറെ ഇതിലോട്ട് പോയാലും ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നല്ലതാണ്. എവിടെ തുടങ്ങിയതാണ്, എവിടെ എത്തി. ഇതൊരു മൾട്ടിനാഷണൽ കമ്പനി അല്ലേ? ഏതാണ് നീ പോയതോ? ഇത് മൾട്ടിനാഷണൽ കമ്പനി. അതിന്റെ ഒരു നല്ലൊരു ഇത് കിട്ടും. നമ്മളിപ്പം വെളിയിൽ പോയാലും നല്ലൊരു ഇതാണ്. മൾട്ടിനാഷണൽ കമ്പനി വർക്ക് അതിന്റെ ചെയ്യാം കൊറേ ആയല്ലേ ഇതിപ്പോ? കൊറേ എത്രയെന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടോണ്ടിരിക്കും നമ്മളെ. ശരിയാണ്. എത്രയെന്ന് പറഞ്ഞ ദുഃഖവും ദുരിതവും ഇനി കരച്ചിലും ഇങ്ങനെ പറഞ്ഞു നിർത്തത്തില്ല. ഇങ്ങനെ പൊക്കോട്ട് നമുക്ക് സംസാരിക്കാൻ 2 മണിക്കൂറൊക്കെ ചേർത്തോണ്ടിരുന്ന് സംസാരിക്കും. 2 ദിവസം മൊത്തം ഇരുന്ന് സംസാരിക്കല്ലേ. ഇത് നമ്മൾ കൊറേ എന്തിനാണ് ഹൈഡ് ചെയ്ത് കൊറേയൊക്കെ അങ്ങ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. ഓപ്പൺ ആയിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ അതിന്റെ ഇതിൽ പോകും. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഒരു നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമ്മൾ രണ്ടുപേരും വരുന്നതായിരിക്കും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ട്. പിന്നെ നമ്മൾ മൈക്ക് മേടിച്ചു. കിട്ടാൻ ചാൻസ് ഇല്ല. മറന്നുപോയില്ലേ? അവിടെ ഞാൻ മൈക്ക് ഓൺ ആക്കിയാന്ന് ഡൗട്ട് ഉണ്ട്. പക്ഷെ പാട്ടിന്നേ മൈക്കിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഈ പാട്ട് മാത്രം കേൾക്കൂ, നമ്മളെ കേൾക്കാൻ എന്തായാലും കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ല. ഇനിയൊന്നും പറയാനില്ല. എന്തായാലും നമ്മള് ഓക്കെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം. വേണ്ട വരാം, നമ്മള് വരാം. അപ്പോൾ